യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനം നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്നെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. ദൈവത്തിന്റെ ജനത്തോട് ദൈവം പറയുകയാണ്, ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെയാണ്. നമ്മൾ നമ്മുടെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് പ്രവർത്തിച്ചിട്ടും വിജയിക്കാൻ കഴിയാതിരിക്കുന്ന ചിലരോട് ദൈവം പറയുക, ഞാൻ നിന്നെ ഈ ദിവസങ്ങളിൽ അഭ്യസിപ്പിക്കാം. എന്തിനാ അഭ്യസിപ്പിക്കുന്ന? ശുഭകരമായി പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞാൽ, എവിടെ നീ പരാജയപ്പെട്ടോ, എവിടെ നീ തകർന്നോ, എവിടെ നീ ശൂന്യമായോ, അവിടെ നിന്നും നിന്നെ അതേ സ്ഥലത്ത് നിന്ന് തന്നെ ദൈവം നിന്നെ ഈ ദിവസങ്ങൾ അഭ്യസിപ്പിക്കും. എന്തോ ഞാൻ കേൾക്കുന്ന ശബ്ദം, ലൈഫിൽ എല്ലാ മേഖലകളും ശുഭപ്പെടുവാൻ പോകുകയാണ്. കർത്താവിന് സ്തോത്രം. ഈ സകല മനുഷ്യൻ്റെ ആഗ്രഹമാണ് ഒരു ശുഭകരമായ ഭാവി. നമുക്ക് ബൈബിളിൽ തുറക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം ആധാരമാക്കി ശുഭഭാവിയെക്കുറിച്ച് ചില സന്ദേശങ്ങൾ കൈമാറാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട്. മതി. നിങ്ങൾ ഇനി എന്നെ ശ്രദ്ധിച്ചിരിക്കണം. എല്ലാ മനുഷ്യൻ്റെ സ്വപ്നമാണ് അവനൊരു ശുഭഭാവി ഉണ്ടാകാൻ. എന്നാൽ സ്വപ്നവും ആഗ്രഹങ്ങൾ പലതും മുടങ്ങി ഭാവി ബ്ലോക്കായി കിടക്കുന്ന ധാരാളം പേരുണ്ട്. ചിലർക്ക് ഭയങ്കര സൗന്ദര്യമാണ്, പക്ഷെ അവരുടെ ഭാവി ബ്ലോക്കായിപ്പോയി. ചിലർക്ക് ഒട്ടും സൗന്ദര്യമില്ല, അവരുടെ ഭാവി ബ്ലോക്കായിപ്പോയി. ചിലർക്ക് നല്ല വിദ്യാഭ്യാസമാണ്, പക്ഷെ അവരുടെ ഭാവി ബ്ലോക്കായിപ്പോയി. ചിലർക്ക് ഒട്ടും വിദ്യാഭ്യാസമില്ല, അവരുടെ ഭാവി ബ്ലോക്കായിപ്പോയി. ഭാവി ഒരിക്കലും നല്ല ലെവലിൽ ഉയരാൻ കഴിയാത്ത ധാരാളം പേരുണ്ട്. എന്നാൽ ദൈവം പറയുകയാണ്, ഇത് ആരോടാ പറയുന്നറിയാമോ? പ്രവാസത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജനത്തോട് പറയുക, നിങ്ങൾ പേടിക്കേണ്ട, ഈ സാഹചര്യം ഉടനെ മാറും. നിങ്ങൾക്കൊരു ശുഭഭാവി ദൈവം വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് മെസ്സേജ് തുടങ്ങുമ്പോഴേ പറയാം, ഒരിക്കൽ പോലും വെളിച്ചം വീശാത്ത മേഖലകളിൽ ഇന്നത്തെ ദൂത് വെളിച്ചം വീശണം. നിന്റെ ഭാവി മേൽ കിടക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ദൈവം എടുത്തു മാറ്റണം. നിന്റെ ഭാവി വെളിപ്പെടുവാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. വലിയ പ്രകാശമുള്ളൊരു വലിയ ബൾബ് ഞാൻ കണ്ട കാഴ്ചയാണ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആ ബൾബിനെ ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചാൽ ആ പ്രകാശം ഒരിക്കലും വെളി വരത്തില്ല. ഇതുപോലാണ് ചിലരുടെ ജീവിതത്തിൽ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വാക്യമുണ്ട്, വായിക്കേണ്ട, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരിക്കലൊരു ഫാമിലി ഒരു കുഞ്ഞിനെയും കൊണ്ട്, ഒരു മോളെയും കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് അവർ പറയുകയാണ്, അവർ നല്ല നല്ല ഫാമിലിയിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. അമ്മയൊരു ടീച്ചറാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൻ ഒരു ഗവൺമെൻറ് കോൺട്രാക്ടറാണ്. ഒരൊറ്റ മോളേ ഉള്ളൂ. ഹല്ലേലൂയ. അവൾ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീസസ് അവൾക്കൊരു ചെറിയ കാലുവേദന ആരംഭിച്ചു. കാലുവേദന തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാല് ശോഷിച്ചു വരാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ചുരുക്കി പറയാം, അവൾക്ക് നടക്കാനുള്ള സ്വാധീനം നഷ്ടപ്പെട്ടു. ഒരു വീൽ ചെയറിലായി അവിടെ ജീവിതം. അപ്പനും അമ്മയും എന്നെ കാണാൻ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ മോളെ കാറിൽ ഇരുത്തിയിട്ട് ഞാനിരുന്ന സ്ഥലത്തു നിന്ന് എന്നെ കാറെ വരെ കൊണ്ടുവന്ന ആ മോളെ കാണിച്ചിട്ട് പറഞ്ഞു, +2 പഠിച്ചപ്പോൾ ഒരു ഗുണവും ഇല്ലാത്ത കുഞ്ഞായിരുന്നു, പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ലൈഫ് ബ്ലോക്കായിപ്പോയി. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ജീസസ് നിൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ നിൻ്റെ ഭാവിയെ ശത്രു ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും ഒരു സ്തോത്രം ഒരു സിസ്റ്ററും അവരുടെ 3 കുഞ്ഞുങ്ങളും കൂടെ എൻ്റെ അടുക്കൽ വന്നു. കർത്താവിൻ്റെ സ്തോത്രം. ആ പുള്ളിക്കാരത്തി പറഞ്ഞു, അവൾ MBBS വരെ
പഠിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഒരു ഡോക്ടറെ കല്യാണം കഴിക്കുന്ന സ്വപ്നമായിരുന്നു. അങ്ങനെ ഒരു ഡോക്ടറെ കല്യാണം കഴിച്ചു. വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾ അറിയുന്നത്, അമ്മേ, ആദ്യ രാത്രി തന്നെ ഭർത്താവ് പറഞ്ഞു, നീ എന്തോ പഠിച്ചാലും നിന്നെ ജോലിക്ക് വിടത്തില്ല. ഞങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന പാരമ്പര്യമില്ല. കണ്ടോ ഭാവി പോയ പോക്ക് കണ്ടോ. ലക്ഷക്കണക്കിന് രൂപ മുടക്കി MBBS കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം അവർ അതിൻ്റെ എക്സാമുകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ കല്യാണം. ചുരുക്കി പറയാം, അവളെ ജോലിയിൽ നിന്ന് വീട്ടിൽ നിർത്തി. ഒന്നിനു പുറകെ ഒന്നായി 4 കുഞ്ഞുങ്ങൾ അവൾക്ക് ജനിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭർത്താവ് അവളെ വിട്ടേച്ച് വേറൊരു വഴിക്ക് പോയി. ഞാൻ എന്താ ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഭാവി തടസ്സപ്പെട്ട് കിടക്കുന്ന ധാരാളം പേരുണ്ട്. നിങ്ങളോട് ദൈവാത്മാവ് ദൂത് പറയുക. പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുക, നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചതാണ്. പക്ഷേ ദൈവത്തിന് സ്തോത്രം, കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിന്നിൽ ഞാൻ പകർന്ന വെളിച്ചം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിച്ചോണം. ഭാവി വെളിച്ചം വീശുന്നവരോട് ഞാൻ പറയാം, ഒരിക്കലും ഇരുട്ട് നിന്റെ ഭാവിയെ കയറി പിടിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചോണം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഇരുട്ട് കയറി പിടിച്ച ചില ഭാവികൾ ഈ ദിവസങ്ങളിൽ വിജയിക്കാൻ പോവുക. എത്ര പേര് അതിന് ആമയും പറയാൻ പറ്റും? എന്നോട് ദൈവത്തിൻ്റെ ആത്മാവിനെ ചില ബിസിനസ്സുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ബിസിനസ്സിൻ്റെ അത്യുച്ചകോടിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു മനുഷ്യൻ കരഞ്ഞോണ്ട് എൻ്റെ അടുക്കൽ വന്നു. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഞാനൊരു ചെറിയ ബിസിനസ്സുകാരനായിരുന്നു, പക്ഷെ ദൈവം എന്നെ അനുഗ്രഹിച്ച് ഞാൻ വലിയ ബിസിനസ്സുകാരനായി. ഹല്ലേലൂയ. അങ്ങനെ ആദ്യം ലക്ഷങ്ങളുടെ ബിസിനസ്സായിരുന്നു, പിന്നെ കോടികളുടെ ബിസിനസ്സായി. അങ്ങനെ കോടികളുടെ ബിസിനസ് ആയിരിക്കുമ്പോൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് പായാനായിട്ട് ഒരു വലിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. തൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ എടുത്തു കൊടുത്തു. ആ ബിസിനസ് ഫ്ലോപ്പായിപ്പോയി. ചുരുക്കി പറയാം, എല്ലാം ഉള്ളവൻ ഒരു ദിവസം ഒന്നുമില്ലാത്തവനായി മാറി. ഞാൻ നിങ്ങളോട് പറയാം, ആരോഗ്യപരമായി, ഭൗതികപരമായി, ആത്മികപരമായി ഭാവി ശുഭപ്പെടാതിരിക്കുന്നവരോട് ഞാൻ പറയാം, നിന്റെ ഗതികേടിൻ്റെ മേൽ ഇന്ന് കർത്താവ് കൈ നീട്ടട്ടെ. നിങ്ങൾക്കൊരു ശുഭഭാവി ഉണ്ടെന്ന് പ്രവാചകൻ പ്രവചിച്ചു പറയുക. ഇന്നിവിടെ കൂടപ്പെട്ട ദൈവമക്കളോട് ഞാൻ പറയാം, ഇതല്ല നിന്റെ സാഹചര്യം, ഇതല്ല നിന്റെ അവസ്ഥ, നിനക്കൊരു ശുഭഭാവിയുണ്ട്. എത്ര പേരത് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അല്പം കൂടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കുരുങ്ങിക്കിടക്കുന്ന ജനം, ഇനിയും വിടുതലില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനം, ഹല്ലേലൂയ, അവരോട് പ്രവാചകനായ ഇരമ്യാവ് എഴുന്നേറ്റ് പ്രവചിക്കുകയാണ്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. ഞാൻ നിങ്ങളോട് ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ ഭാവി മേൽ അന്ധകാരത്തിൻ്റെ നിഴലുകൾ കിടപ്പുണ്ടെങ്കിൽ ഇന്നതിനെ ശാസിച്ചകറ്റണം. ഇവിടെ നടക്കാൻ പോകുന്നൊരു കാര്യം, ഞാൻ ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, ഒരിക്കലും വെളിച്ചം വീശാത്ത നിന്റെ ഭാവി മേൽ ഇന്ന് രാത്രി വെളിച്ചം വീശാൻ പോവുക. ദൈവത്തിൻ്റെ കൃപാ കടാക്ഷം നിന്റെ മേൽ വരാൻ പോവുക. നീ തന്നെ മനസ്സുകൊണ്ട് പറഞ്ഞ് ഇനി ഇത്രയൊക്കെ ഉള്ളൂ. അല്ല അല്ല അല്ല, നീ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിനക്ക് തരുവാനായിട്ട് നിന്നെക്കുറിച്ച് ഒരുവൻ നിരൂപിക്കുന്നുണ്ട്. അവൻ്റെ പേരാ സൈന്യങ്ങളുടെ യഹോവ. അവൻ നിന്നെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല. ഓ, യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യോബിൻ്റെ ജീവിതം എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ യോബിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ദൈവത്തിന് സ്തോത്രം, എലീഹു എന്നാ പുള്ളിയുടെ പേര്. പുള്ളി വന്നിട്ട് യോബിനോട് പറയുക, യോബേ, ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതം മുഴുവൻ ഇരുട്ടായി കഴിയും. പക്ഷെ എന്നാൽ പേടിക്കണ്ട, കാറ്റ് കടന്ന് വെളിച്ചത്തെ തെളിച്ചോണ്ട് വരും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഇതിനകത്തൊരു കാറ്റ് വീശാൻ പോവാ. നിന്റെ വീടിൻ്റെ അന്തരീക്ഷത്തെ കയറി മൂടിയ സകല ഇരുട്ടിൻ്റെ മേഖലകളെയും ദൂരെ അകറ്റുന്ന ഒരു കാറ്റ്. ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഉച്ചയ്ക്ക് 3 മണിയാകുമ്പം നമ്മൾ വണ്ടിയുടെ ലൈറ്റൊന്നും ഇടാതെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരാണ്ട് ഓഫീസിൽ ബാഗൊക്കെ അടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, സ്കൂളിൽ നിന്ന് പഠന പുസ്തകങ്ങളെല്ലാം അടുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ക്ലാസ് റൂമിൽ ലൈറ്റ് ഇടേണ്ട സാഹചര്യം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ കാർമേഘം ഉരുണ്ടുകൂടി. അതിനർത്ഥം എന്നിട്ട് 2 കൊല്ലാനും 2 ഇടിയും, അതിനർത്ഥം മഴ പെയ്യാൻ പോവാ. പക്ഷേ ദൈവത്തിന് സ്തോത്രം, പ്രായമുള്ള അമ്മമാർ പറയും, ദൈവത്തിന് സ്തോത്രം, അല്ലെ ഇപ്പം മഴ പെയ്യും. എന്നാൽ പ്രായമുള്ള അപ്പച്ചന്മാർ തൊട്ട് മുമ്പിരിക്കുന്ന പേരയുടെ ഇല അനങ്ങുമ്പം പറയും, പേടിക്കേണ്ട, പെയ്യത്തില്ല.
അതിൻ്റെ കാരണം എന്നാ? ഒരൊറ്റ കാറ്റ് വീശിയാൽ മതി. ഇന്ന് നീ കണ്ട കാർമേഘത്തെ പുതപ്പ് ചുരുട്ടുന്ന പോലെ ചുരുട്ടി നിന്റെ വീട്ടിൽ പെയ്യേണ്ട മഴയെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കൊണ്ട് പെയ്യിക്കാൻ ജീസസ് ഈ കാറ്റിന് ശക്തിയുണ്ട്. എന്നോട് ഹോളി സ്പിരിറ്റ് പറയാ, ഭാവി ഇരുണ്ട് മൂടിക്കിടക്കുന്ന ചിലരെ ഞാൻ ആത്മാവിൽ കാണുകയാ. നീ അങ്ങനെ കിടക്കത്തെ ഉള്ളെന്ന് ചിലർ പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ സാഹചര്യങ്ങൾ മാറാൻ പോവാ. ഞാൻ സ്നേഹത്തോടെ ദൈവമക്കളോട് ഓർപ്പിക്കാം, നിങ്ങളിൽ പകർന്ന വെളിച്ചം ഒരു കാരണവശാലും ഇരുട്ടാകാൻ പാടില്ല. നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, വിളക്ക് ഞാൻ കത്തിച്ചത് പറയുടെ കീഴിൽ വെക്കാനല്ല, അത് തണ്ടിന്മേൽ വെക്കാനാണ്. ഞാൻ ഇന്ന് വചനം കേൾക്കുന്ന ചിലരോട് പറയാം, നിന്റെ വീട് പെയിൻ്റ് അടിച്ചില്ലേലും കുഴപ്പമില്ല. നിന്റെ വീട്ടിൽ വലിയ പാർട്ടി നടത്തിയില്ലേലും കുഴപ്പമില്ല. നിന്റെ വീട്ടിൽ വെളിച്ചം കൊണ്ട് നിറയണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിന്റെ വീടിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ അന്ധകാരമല്ല, നിന്റെ വീടിനകത്ത് വെളിച്ചം പ്രകാശിക്കണം. നിന്റെ പ്രാർത്ഥനാന്തരീക്ഷത്തെ തടയുന്ന നിന്റെ അനുഭവങ്ങളെ ഒക്കെ പൊട്ടിച്ചുകൊണ്ട് നിന്റെ വീട്ടിലൊരു വലിയ വെളിച്ചം. ചിലരുടെ വിളക്ക് കെട്ടുപോകാൻ ധാരാളം കാരണങ്ങളുണ്ട്. വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല. ചിലരുടെ വിളക്ക് കെട്ടുപടക്കാൻ കാരണം എന്താന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഒരു വാക്യം നിങ്ങൾ വായിക്കുന്നതല്ല, സദൃശ്യവാക്യം 20-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അത്ര സുഖമുള്ള വാക്യമല്ല, എന്നാലും ദൈവത്തിന് സ്വന്തം. ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ അവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. അപ്പനെയും അമ്മയും ദുഷിച്ച അന്യഭാഷ പറഞ്ഞാലും നിന്റെ വിളക്ക് കൂരിട്ട് വരുമ്പോൾ കെട്ടുപോകും. ദൈവത്തിന് സ്തോത്രം. അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ, അപമാനിക്കുന്നവൻ, മാനിക്കാത്തവൻ, സ്നേഹിക്കാത്തവൻ, കരുതാത്തവൻ, കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ, അവൻ്റെ വിളക്ക് ഇരുട്ടിൽ കൂരിരുട്ടിൽ കെട്ടുപോകും. മറ്റൊരു ഭാഗം സങ്കീർത്തനത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. 107-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെയും 11-ാമത്തെയും വചനം, ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസ്സിലും ഇരുന്നു അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലകളാലും ബന്ധിക്കപ്പെട്ടവർ. ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചന നിരസിക്കുകയും ചെയ്തിട്ട്. ഒരിക്കലും ദൈവവചനത്തോട് എന്ത് ചെയ്യാൻ പാടില്ല? മത്സരിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ ജനറേഷന് പറ്റിയ ഏറ്റവും വലിയ പരാജയം അറിയാമോ? അവർ ദൈവവചനത്തോട് മത്സരിക്കുന്നവരായിരിക്കുക. എന്നാൽ നിന്റെ സന്തതി അങ്ങനെയാകാതിരിക്കട്ടെ. നിന്റെ സന്തതി ദൈവവചനം കൈക്കൊള്ളുന്നവരാകട്ടെ. നിങ്ങൾക്കറിയാമോ, യോശുവയെ ദൈവം വിളിച്ചിട്ട്, ദൈവത്തിന് സ്തോത്രം, ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസ്സിലും ഇരുന്നു അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടു. ആർക്കും അഴിക്കാൻ കഴിയാത്ത ബന്ധനത്തിൽ അവർ അകപ്പെടും. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, അപ്പനെയോ അമ്മയോ നിന്ദിക്കാൻ പാടില്ല. ദൈവവചനത്തോടും ദൈവാലോചനയോടും തിരസ്കരിക്കാൻ പാടില്ല. യോശുവയെ സർവശക്തനായ ദൈവം വിളിച്ച്, ഞാൻ പെട്ടെന്ന് പോകുന്ന ഒരു ദൂതിലേക്ക് പറയാൻ വേണ്ടിയാ. യോശുവയെ സർവശക്തനായ ദൈവം ഒരു വലിയ മഹത്തായ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ യോശുവയുടെ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭപ്പെട്ടിരിക്കാൻ ഈ വചനം വിട്ട ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. കാരണം നിന്റെ ജീവകാലം, യോശുവയുടെ പുസ്തകം ഒന്ന് എടുത്തേ, കർത്താവിന്റെ സ്തോത്രം 1-ാം അധ്യായം എടുത്തേ, 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കാം. നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി. ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവമക്കൾ നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി. ആരേലും പറഞ്ഞിളക്കിയാൽ നീ ഇളകരുത്. നീ നല്ല ഉറപ്പുള്ളവനാകണം, ധൈര്യമുള്ളവനാകണം. ഹല്ലേലൂയ. അടുത്തോട് വായിച്ചേ. ഹല്ലേലൂയ. നീ ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ട. നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ട. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോ പറയാം, നിന്റെ സന്തതി പോകുന്നിടം ഒക്കെ ശുഭപ്പെട്ടിരിക്കട്ടെ. നീ ചെല്ലുന്നിടമൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പ്രിയ ഗായോസിന് യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ, പ്രിയനെ, എൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ നോക്കി ഞാനും പറയുക, സകലത്തിലും നിങ്ങൾ ശുഭമായും സുഖമായും ഇരിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, ദൈവത്തിന് സ്തോത്രം, ഒരിക്കലും മാറാത്ത ഇരുട്ട് നിന്റെ ഭാവി മേൽ നിന്ന് മാറും.
നിന്റെ നന്മയുടെ മേൽ ശത്രു കമത്തി വെച്ചിരിക്കുന്ന ആ ഇരുട്ട് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ ലൈഫ് വിട്ടുപോകട്ടെ. നീ നിന്ദിക്കപ്പെട്ടവരുടെ നടുവിൽ ഇതാ യേശു നിന്നെ. ഞാൻ ഒരിക്കലും മനുഷ്യനുമായി സംസാരിച്ചപ്പോൾ എനിക്ക് ആ മനുഷ്യനെ ഓർക്കുമ്പോൾ എപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. അദ്ദേഹം ഭയങ്കര ബിസിനസ്സുകാരനായി. ഹല്ലേലൂയ. ഒരു ദിവസം രാവിലെ ഒരു തലവേദന എടുത്തു. എനിക്ക് തലവേദന എടുത്ത് താൻ തല കറങ്ങി വീണു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇവൻ്റെ തലയ്ക്കകത്ത് ഒരു ഗ്രോത്ത് ഉണ്ടാകുക. ഹല്ലേലൂയ. പെട്ടെന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു. തലയോട്ടി ഇളക്കി 12 മണിക്കൂർ മാറ്റിവെച്ച് ഓപ്പറേഷൻ നടത്തി. പിന്നെ 4 ദിവസം കഴിഞ്ഞ് ആ തലയോട്ടി തിരിച്ചു വെച്ചത്. ലോർഡ്, ഓപ്പറേഷൻ കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ചെക്കപ്പിന് ചെന്നപ്പം അതുപോലെ ഒരു ഗ്രോത്ത് വീണ്ടും ഉണ്ടായി. ജീസസ്. 3 മാസം സ്ഥാപനം നോക്കാഞ്ഞപ്പോൾ സ്ഥാപനം പരാജയപ്പെടാൻ തുടങ്ങി. വീണ്ടും തലയോട്ടി ഇളക്കി വെച്ചു. അങ്ങനെ 3 പ്രാവശ്യം തലയോട്ടി ഇളക്കി വെച്ച് ഓപ്പറേഷൻ ചെയ്തു. എന്നിട്ട് ഈ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് ഇനി ബിസിനസ് ചെയ്യാനായിട്ട് ശക്തിയൊന്നുമില്ല. ഭാര്യ നേഴ്സാണ്. അവരുടെ ശമ്പളത്തിൽ വീട്ടിൽ ഒതുങ്ങിക്കൊടുമ്പോൾ ഒരു ചെറിയ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ചെന്നു. തന്നെ കണ്ടിട്ടില്ലാത്തൊരു ദൈവദാസൻ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, ശത്രു ഒതുക്കിയപ്പോൾ നീ ഒതുങ്ങിപ്പോയോ? നീ ഇനിയും വെളിച്ചം വീശാൻ പോവാ. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ഏത് ഇരുട്ട് നിന്നെ ഒതുക്കിയാലും ഒതുങ്ങരുത്. നിനക്കൊരു ശുഭഭാവിയുണ്ട്. ഞാൻ പോലും പ്രസംഗിക്കാത്ത ദൂത് ഇപ്പോൾ നിങ്ങളുടെ അകത്ത് വെളിപ്പെടും. നിന്റെ കുഞ്ഞിന്റെ ഭാവി ബ്ലോക്കായി പോയെങ്കിൽ, ശുശ്രൂഷ ബ്ലോക്കായി പോയെങ്കിൽ, ഫ്യൂച്ചർ ബ്ലോക്കായി പോയെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഇവിടെ ഒരു വെളിച്ചം വീശാൻ പോവാ. ഞാനൊരു പ്രവചനം പറയാ, എണ്ണപ്പെട്ട ദിവസങ്ങൾക്കകത്ത് നിന്റെ ഭാവി വഴിത്തിരിയാൻ പോവാന്ന്. ചില വഴികളെ ദൈവം ബ്ലോക്ക് ചെയ്യാൻ പോവാ. നീ പോകേണ്ട വഴിയെ കൂടെ നിന്നെ ദൈവം കൊണ്ടുപോകാൻ പോവാ. എത്ര പേർക്ക് അത് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ഇരുട്ട് നിന്നെ പിടിച്ചിട്ടുണ്ട്, പക്ഷെ നീ ഇന്ന് രാത്രി മൗനമല്ല. ആ ഇരുട്ടിനെ ജയിക്കുന്ന ഒരു കൃപ. യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില വീടുകളിൽ നിന്ന് ഇരുട്ട് പിടിവിടുക. പൗലോസിന്റെ കയ്യിൽ നിന്ന് അണലി പിടിവിട്ട പോലെ യേശുവിന്റെ നാമത്തിൽ 6000 ദുർഭൂതങ്ങൾ ഒരു മനുഷ്യന്റെ മേൽ നിന്ന് പിടിവിട്ടതുപോലെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിന്റെ ലൈഫിനെ കേറി പിടിച്ച നിന്റെ ഭാവിയെ. ഞാൻ ഒരു ദിവസം ഒരു ആ ദൂത് ഒരു ദൈവദാസൻ ചെന്ന് പറഞ്ഞു, നീ വെളിച്ചം വീശാൻ പോവാന്ന് പറഞ്ഞു. ഈ ദൂത് പറഞ്ഞു പുള്ളി വണ്ടിയെടുത്ത് പുള്ളിയുടെ ഭാര്യ ഓടിച്ചു പോന്നേ. അങ്ങോട്ട് പോകുമ്പം പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയപ്പം തൊട്ട് ഓപ്പോസിറ്റിലെ പമ്പിൽ തൻ്റെ പണ്ടത്തെ അറബി പെട്രോൾ അടിക്കാൻ വണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഇവനെ കണ്ടപ്പോൾ അറബി ഇറങ്ങി വന്നു. അവനോടിച്ചു, നീ ഇങ്ങനെ ഇരുന്നാ മതിയോ? നിനക്ക് ബിസിനസ് തുടങ്ങണ്ടേ? പറഞ്ഞു, പൈസയില്ല. പൈസ ഞാൻ തരാം. ഞാനൊരു ഈ ഇരുട്ട് മാറിയാൽ നിനക്ക് വഴി ഇങ്ങോട്ട് വരും. വീണ്ടും ബിസിനസ് തുടങ്ങി. ലോർഡ്, പണ്ടത്തേതിനേക്കാൾ പ്രൗഢിയിൽ കയറി വന്നു. ആ ദൈവദാസൻ ഒരു ദൂതകളെ പറഞ്ഞു, ഇനി ആ രോഗം നിന്റെ ദേഹത്ത് വരത്തില്ല. ഹല്ലേലൂയ. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഭാവി ബ്ലോക്കായി പോയെന്ന് വിചാരിച്ചതാ, പക്ഷെ കർത്താവിനെ രക്ഷിച്ചു. ഈ പ്രാർത്ഥന ചിലരോട് ദൈവാത്മാവ് പറയുക, നിന്റെ ഭാവിയുടെ ബ്ലോക്ക് ഒരു ശുഭഭാവി ആത്മാവിൽ കണ്ടേ. നിന്റെ കടബാധ്യതകൾ മാറി, നിന്റെ ദാരിദ്ര്യം മാറി, നിന്റെ ആത്മീക മന്ദത മാറി. നീ ഉണരാൻ പോവാ. ഈ വർഷം തീരുന്നിടം വരെ നീ പ്രാർത്ഥിക്കണം, ഒരു ശുഭഭാവി തരണേ. ഇപ്പോൾ നിന്റെ കുടുംബത്തിന് ചുറ്റും വന്നിരിക്കുന്ന ഈ അന്ധകാരം, ഈ കർത്താവിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയോ? നിന്റെ ഭാവി വിടിവിക്കപ്പെട്ട സമയമാകുമ്പോൾ നിന്നെ തേടി വരും. 6000 ഭൂതം ഒരു മനുഷ്യനെ വികൃതനാക്കിയിരിക്കുക. ഒരു പ്രദേശത്ത് കല്ലറകളിൽ അവൻ അലറി നിലവിളിച്ചൊരു പ്രദേശത്തെ അടക്കി വെച്ചിരിക്കുക. അവൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ സമയമായി. ഞാനൊരു ദൂത് പറയാം, ചിലരെ വിടിവിക്കാൻ ദൈവത്തിൻ്റെ സമയമായി. നീ ഇന്ന് 3 ഉപവസിച്ചോണ്ടല്ല, ഈ നിയോഗം ഈ പ്രാർത്ഥനയ്ക്ക് നടുവിൽ പറയാം. നിന്റെ അപ്പന് വയ്യാത്തത്, അമ്മയ്ക്ക് കഴിയാത്തത്, സഹോദരങ്ങൾക്ക് കഴിയാത്തത്, ബന്ധുക്കൾക്ക് കഴിയാത്തത് യേശു നിനക്ക് വേണ്ടി.
6000 ഭൂതം കയറിയവൻ യേശുവിന് ഇമെയിൽ അയച്ചോ? ഇല്ല. അവൻ യേശുവിനെ അറിയാമോ? ഇല്ല. അവൻ പറയുന്ന വസ്ത്രമില്ലാത്ത, അലറി നിലവിളിക്കുന്ന, വികൃതമായി നടക്കുന്ന. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഹല്ലേലൂയ ഒരു മരുന്ന് വാങ്ങിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്ന് ചെവിയിൽ ഇങ്ങനെ ഞുള്ളിട്ട് പോയി. നമ്മുടെ ചെവിയിൽ ഒരാൾ ഞുള്ളിയാൽ നമ്മളപ്പോൾ എന്ത് ചെയ്യും? പ്രതികരിക്കും. മെഡിക്കൽ സ്റ്റോർ സാറേ ഒന്നും പറയില്ല, ഇവിടുത്തെ ഒരു വലിയ ധനാട്ടിൻ്റെ മകനാ, പക്ഷെ മാനസിക വിഭ്രാന്തി പിടിച്ചുപോയി. ഹല്ലേലൂയ. അപ്പം മെഡിക്കൽ സ്റ്റോറുകാരൻ പറഞ്ഞു, എപ്പോഴും ഈ കടയിൽ ആര് വന്നാലും തൊട്ടപ്പുറത്തൊരു ചായക്കടയുണ്ട്, ചായ കുടിച്ചോണ്ടിരിക്കും, ചെന്ന് ആ ചായ എടുത്ത് കുടിച്ചോണ്ട് പോകും. അവൻ സ്വയം അറിയുന്നില്ല അവൻ എന്താ ചെയ്യുന്നത്. ലോർഡ്, ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, അന്ധകാരം കയറി പിടിച്ചാൽ ഭാവി ബ്ലോക്കായി. 1, 2 അല്ല, 6000 ഭൂതങ്ങൾ ഒരുത്തന്റെ ദേഹത്ത് കയറി മേയുക. പക്ഷെ എന്നും ദൈവം അനുവദിക്കത്തില്ല, എന്നും ദൈവം അനുവദിക്കത്തില്ല. ഇത് പറയാനാ ഇന്ന് യോഗം വെച്ചേക്കുന്നേ. എന്നും ഈ അവസ്ഥ കണ്ടിന്യൂ ചെയ്യത്തില്ല. എന്നും നിന്നെ പരസ്യക്കോലമാക്കത്തില്ല. എന്നും നീ അപമാനിക്കപ്പെടത്തില്ല. എന്നും നീ ദേശത്ത് തല കുനിക്കത്തില്ല. ഓ, ഞാനൊരു ശബ്ദം കേൾക്കുന്നു. ചിലരോട് കനിവ് തോന്നാൻ സമയമായി, ചിലരോട് കരുണ തോന്നാൻ സമയമായി. ചിലരെ ആൾ മാറിയവരെ പോലെ നിന്റെ ഭാവി തീർന്നെന്ന് പറഞ്ഞവരുടെ മുമ്പില് ഇതാ ദക്കപ്പൊല്ലി ദേശത്തെ ഇളക്കുന്ന സുവിശേഷവുമായി. ഓ, തിരിച്ചറിഞ്ഞു ദൈവത്തിനോട് സ്തോത്രം ചെയ്താട്ട് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ആമീൻ. ദൈവത്തിന് നിങ്ങളുടെ ദേഹത്ത് അക്ഷരീക ഭൂതമില്ല. കൃപയാ ഞാൻ പറയാം, ഇവിടെ ഇരിക്കുന്ന ആരുടെയും ദേഹത്ത് ഭൂതമില്ല. ഒരാളുടെ ദേഹത്ത് പോലും ഇല്ല ഭൂതം. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഏതോ അന്ധകാരം മൂടിയിട്ടുണ്ട്. അത് നിന്റെ ഭാവിയെ മുന്നോട്ട് വളർത്തത്തില്ല. ചില വൃക്ഷങ്ങൾ വളർന്നു വരുമ്പോൾ അതിൻ്റെ മുകളിൽ പിടിച്ച് കെട്ടുന്നത് പോലെ ചിലരുടെ വളർച്ചയെ പിടിച്ചു കെട്ടിയിരിക്കുക. ഇന്ന് ദൈവാത്മാവ് ദൂത് പറയാം, ആ കെട്ടടിച്ചു വിടാൻ പോവുക. ദാവീദ് പറഞ്ഞ പോലെ അവൻ എൻ്റെ ബന്ധനങ്ങളെ. ഇന്നത്തെ പ്രാർത്ഥന കൈയടിച്ച് പിരിയുന്ന പ്രാർത്ഥനയല്ല, നിന്റെ കെട്ടടിച്ചു വിട്ട് ഓ ഈ ദിവസങ്ങളിൽ നിന്റെ ശിഖരങ്ങൾ പടരാൻ പോവാ. ഓ യേശുവിന്റെ നാമത്തില്, ഓ യേശുവിന്റെ ഓ കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. ഞാൻ ഇന്ന് എന്ത് പ്രസംഗിച്ചാലും നീ മനസ്സുകൊണ്ട് പറയണം, എനിക്കൊരു ശുഭഭാവിയുണ്ട്. ഒന്ന് പറഞ്ഞേ മനസ്സുകൊണ്ട്, വാഗോണ്ട് പറയണം, മനസ്സുകൊണ്ട് പറഞ്ഞ ഞാനൊരു ദൂത് പറയാം. മനുഷ്യനുണ്ടാക്കിയ എല്ലാ കോലാഹലവും ഇപ്പം നിൽക്കും. മനുഷ്യനുണ്ടാക്കിയ എല്ലാ പദ്ധതികളും ഇപ്പം നിൽക്കും. നിങ്ങൾ കഴിവ് കെട്ടവനാന്ന് ചിന്തിക്കരുത്, നിനക്ക് കഴിവില്ലാത്തവനാന്ന് ചിന്തിക്കരുത്. നോ 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 നോ, നിന്റെ കഴിവിൻ്റെ കൂടെ ദൈവത്തിന്റെ കൃപയുടെ ചേരാൻ പോവാ. എഴുതിയിട്ടോ, ഈ പ്രായം വരെ ചെയ്യാൻ കഴിയാത്ത പലതും അല്പ ദിവസങ്ങൾക്കകം നോക്കിയേ. ഭാവിയിൽ വന്നുപോയ പരാജയങ്ങൾ, ഭാവിയിൽ വന്നുപോയ തകർച്ചകൾ, ഭാവിയിൽ വന്നുപോയ ശൂന്യതകൾ മനുഷ്യരെ ഇരുത്തി ചിന്തിപ്പിക്കും. എനിക്കിത് വന്നല്ലോ, എനിക്കിങ്ങനെ വന്നല്ലോ, എന്തായാ ഞാൻ ഇങ്ങനെ ആയിപ്പോയെ. അങ്ങനെ കരയുന്ന ധാരാളം പേരെ ഞാൻ എൻ്റെ ജീവിതയാത്രയെ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് തൊഴിൽ കൈകളോടെ പറയാം, ആരും അതോർത്ത് കരയരുത്. അത് ദൈവം അറിഞ്ഞുകൊണ്ട് ബ്ലോക്കാക്കിയതല്ല. ആരോ ഇരുട്ടിൻ്റെ കരങ്ങൾ നിന്റെ ഭാവിയെ അടച്ചു വെച്ചതാ. ഇന്ന് ഞാൻ ദൂത് പറയാം, അടച്ചു വെക്കാൻ്റെ കാലമുണ്ടെങ്കിൽ തുറന്നു വിടാനൊരു കാലമുണ്ട്. ഇതാ നിന്റെ സമയം അടുത്തിരിക്കുക. ഇന്നാണ് നിന്റെ വിടുതലിന്റെ ദിവസം, ഇന്നാണ് നിന്റെ അത്ഭുതത്തിന്റെ ദിവസം, ഇന്നാണ് നിന്റെ ദൈവപ്രവർ. ഓ, മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അർത്ഥങ്ങൾ പ്രവാചന ശതര പ്രവചന രപതന. ഓ, എവിടൊക്കെയോ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, എവിടൊക്കെയോ ദൈവ സാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്ക് ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടൊരു ദൂതിലോട്ട് വരാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഭാവി അടഞ്ഞുപോയി ആ മനുഷ്യൻ്റെ. 6000 ദുർഭൂതങ്ങൾ കയറി മേയുക, വസ്ത്രം ധരിക്കാതെ അവൻ അലറുക. പക്ഷേ ദൈവത്തിന് ഒരു വ്യക്തിയെ വിടിവിക്കാൻ പദ്ധതിയിട്ടാൽ അവൻ പ്രാർത്ഥിച്ചാൽ ഇല്ലേലും അവനെ വിടിവിക്കും. ഗദരദേശം പ്രാർത്ഥിച്ചിട്ടല്ലേ യേശു അവൻ്റെ അടുക്ക വന്നേ. ദൈവം വലിയ മനസ്സലിവുള്ള കർത്താവ്. നീ സഹിക്കുന്ന ചില പ്രശ്നങ്ങളെ ദൈവം കാണുക.
ബൈബിളിൽ നിങ്ങൾ യേശു ഒരു വ്യക്തിയെ വിടുവിക്കാനായിട്ടാ ആ ഗദരദേശത്ത് വന്നേ. യേശു ഒരു വ്യക്തിയെ വിടുവിക്കാൻ വേണ്ടിയാ ഒരു വീട്ടിൽ ചെന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൂത് പറയാം, നീ ഒരാൾ ദൈവത്തിൽ നിന്ന് വലുതാണ്. നിന്റെ കുടുംബത്തിന്റെ വിടുതൽ ദൈവത്തിന് വലുതാണ്. മനസ്സുകൊണ്ട് പറ. യേശു അവന്റെ മേൽ വ്യാപരിച്ച ഭൂതത്തെ അഴിച്ചുവിട്ടു. നമ്മൾ 3 ദിവസം ഉപവസിച്ചിട്ടല്ല യേശു അഴിച്ചുവിട്ടെ. നമ്മൾ 21 ഉപവസിച്ചോണ്ടല്ല ദൈവം അഴിച്ചുവിട്ടെ. അവന് നിന്നോട് ഒരു മനസ്സലിവ് തോന്നിയാൽ നിന്റെ ഭാവിയുടെ കെട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം ചിലത് അഴിച്ചു വിട്ടാൽ പിന്നെ നിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ചില കണ്ടിട്ടില്ലയോ, രക്ഷപ്പെടുമ്പോൾ ഭയങ്കരമായിട്ട് രക്ഷപ്പെടും. അതിനർത്ഥം എന്തുവാ? അവരുടെ ബ്ലോക്ക് പൊട്ടിയെന്നാ. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, നീ ഒത്തിരി നാളുകൊണ്ട് ഇങ്ങനെ ഞാനിപ്പോൾ ഓർക്കുന്നു, ഒരിക്കലും ഒരു മനുഷ്യന്, ഒരു വലിയ ബിസിനസ്സുകാരന് ഞാനും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, പുള്ളി ഒരു ബിസിനസ്സിൽ നിന്ന് ഒന്ന് ഉയരാനായിട്ട് ഒരു 50 ബിസിനസ് നടത്തി. ആ 50 ബിസിനസ്സും പൊട്ടി. 50ാമത്തെ ബിസിനസ് പൊട്ടിയപ്പം കിടക്കുന്ന വീട് വരെ എത്തിയായി. പുള്ളി വിട്ടില്ല. പക്ഷെ ഇന്നവൻ ഒരു വലിയ ബിസിനസ്സുകാരനായി. അവൻ എന്നോട് പറഞ്ഞു, ഇത് കഴിവല്ല കൃപയാ, ഇത് കഴിവല്ല കൃപയാ. ദൈവം നിന്നോട് മനസ്സലിയുക, ദൈവം നിന്നോട് മനസ്സലിയുക, ദൈവം നിന്നോട് കരുണ തോന്നുക. ഹല്ലേലൂയ. ചുരുക്കി പറയാം, ഹല്ലേലൂയ. അവനെ യേശു സ്വതന്ത്രനാക്കി. ഹല്ലേലൂയ. അവിടെ വായിക്കുക, യേശു പടക കയറുമ്പം ഇവനും ചെന്നു. യേശു പറഞ്ഞു, എൻ്റെ കൂടെ വരണ്ട, നീ നിന്റെ ദേശത്ത് പോയി നിന്റെ ചാർച്ചക്കാരോടും വീട്ടുകാരോടും കർത്താവ് നിനക്ക് ചെയ്തത് ഘോഷിക്കുക. 10 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ദക്കപ്പൊല്ലി ദേശത്തെ വലിയ ഉണർവ് പ്രസംഗകനായി. ഞാനിന്ന് വിളിക്കുന്ന ചിലരോട് ഭാവി വെളിച്ചം വീശിയാൽ, ഞാൻ ഒരു വാക്യത്തിൽ നിന്നാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, ചിലരുടെ ഭാവി വെളിച്ചം വീശാൻ പോവുക. ഞാൻ പ്രവചിക്കുവല്ല, നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ ലൈവായി കാണാം. മുമ്പൊന്നും നടന്നിട്ടില്ലാത്ത ചില കാര്യം, നിന്റെ സന്തതിയെ തേടി വരുന്ന കാഴ്ച, നിന്റെ കുടുംബത്തെ കണ്ടോ. എവിടൊക്കെയോ കൃപ വ്യാപരിക്കുക, എവിടൊക്കെയോ കൃപ വ്യാപരിക്കുക. നീ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിന്റെ കുഞ്ഞിന്റെ ഓർമ്മ മണ്ഡലം, ബുദ്ധിമണ്ഡലം, അറിവിന്റെ മണ്ഡലങ്ങൾ ദൂരമന ഹത്തിരി വികുടമന രമന. സ്തോത്രം. എസ്തേറിന്റെ പുസ്തകത്തിലോട്ട് നമ്മുടെ ചിന്തകളെ ഞാൻ കൊണ്ടുപോവുകയാണ്. എസ്തേറിനുണ്ടായ സംഭവങ്ങളൊന്നും പറയാനല്ല പോകുന്നത്, ഒരൊറ്റ കാര്യം മാത്രം. എന്നിട്ട് സ്തോത്രം പെട്ടെന്ന് ആ ഭാഗത്തൊന്ന് പോരും. 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തേർ എന്ന ഹദസ്സയ്ക്ക് അമ്മയപ്പന്മാരിലായിക്കൊണ്ട് അവളെ വളർത്തിയിരുന്നു. ഈ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു. അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊർദെഖായി അവളെ തനിക്ക് മകളായിട്ടെടുത്തു. ഇവിടെ മൊർദെഖായി എന്ന് പറയുന്ന ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ അവിടെ കാണാം. ഹല്ലേലൂയ. അവിടെ വായിക്കുക, ദൈവത്തിന്റെ സ്തോത്രം. അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തേർ എന്ന ഹദസ്സയ്ക്ക് അമ്മയപ്പന്മാരില്ലായകൊണ്ട്. എസ്തേറിന് പറ്റിയ പരാജയം മനസ്സിലായോ? ചെറുപ്പത്തിലെ അവളുടെ അപ്പനും മരിച്ചുപോയി, അമ്മയും മരിച്ചു. കൈത്താങ്ങൾ തരേണ്ടവര് ചെറുപ്രായത്തിലെ മരിച്ചു. ഇനി അഭയസ്ഥാനമില്ലാതെ ലോർഡ് ജീസസ് മൊർദെഖായി എന്ന മനുഷ്യൻ തൻ്റെ മകളെ പോലെ അവളെ ഏറ്റെടുക്കുക. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഭാവി ഉണ്ടാക്കി തരേണ്ട അപ്പനും അമ്മയും നിന്റെ കൂടെ ഇല്ലേലും നീ പേടിക്കണ്ട. നിനക്ക് അപ്പനായിട്ട് കർത്താവുണ്ട്, നിനക്ക് അമ്മയായിട്ട് കർത്താവുണ്ട്. ഇന്ന് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. നിന്റെ ഭാവി എല്ലാവരിലും ശ്രേഷ്ഠമാകണം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഭാവി അടഞ്ഞുപോയി. നിങ്ങൾക്കറിയോ, ഈ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്തുവാ? അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഞാനിവിടെ വന്നേ പിന്നെ എൻ്റെ പിള്ളേർക്ക് വേണ്ടി ഒരു 100 വട്ടം ഞാൻ പ്രാർത്ഥിച്ചു, നല്ല ഭാവി ഉണ്ടാകണേ. അപ്പം ചോദ്യം, അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തല്ലേ, സുവിശേഷ വയലിലല്ലേ? ആണ്. പക്ഷെ ഇതല്ല അവരുടെ ഭാവി. നല്ല ഭാവി ഉണ്ടാകും. നിങ്ങൾ പ്രാർത്ഥിക്കുമോ നിന്റെ കുഞ്ഞുങ്ങൾക്ക്
എന്തുകൊണ്ടാകണം? ഒന്ന് പറഞ്ഞു എന്തുവാ? ഒന്ന് വാ തുറഞ്ഞു എന്തുവാ? എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, നിന്റെ കൺമുമ്പിൽ ചിലതൊക്കെ നടക്കാൻ പോവാ. നീ മരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്നേ. നീ ജീവനോടിരിക്കുമ്പോൾ നിന്റെ ഈ മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യന് അന്നേരം മുതൽ എങ്ങനെങ്കിലും ഇവളെ ഒന്ന് കയറ്റി രക്ഷപ്പെടുത്താൻ വഴികൾ അന്വേഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഈ കൊട്ടാരത്തിലൊരു കോലാഹലം ഉണ്ടായി. രാജാവ് ഉടുത്തൊരുങ്ങി അന്യരാജ്യത്തെ മന്ത്രിമാരും രാജാക്കന്മാരുടെ വിരുന്നിനകത്ത് രാജാവിൻ്റെ ഭാര്യ വസ്തിയെ ഉടുത്തൊരുങ്ങി വരാൻ പറഞ്ഞു. പുള്ളിക്കാരത്തി പറഞ്ഞു ഇപ്പം സൗകര്യമില്ലെന്ന്. ഇപ്പം അയൽപക്കത്തുനിന്ന് വന്ന രാജാവ് ചോദിച്ചു, നിന്റെ ഭാര്യ നീ വിളിച്ചാൽ വരത്തില്ലെന്ന് ചോദിച്ചതേ ഉള്ളൂ. രാജാവിന് കോപം വന്നു. രാജാവ് അന്നേരം തീരും കാണിച്ച് വസ്തിയെ മാറ്റണം. ഞാനൊരു ദൂത് നിന്നോട് പറയാം, തമ്പുരാൻ വെളിച്ചം വീശിച്ചാൽ നിനക്ക് ഇടമില്ലെങ്കിലും അവിടെ ഇടമുണ്ടാവും. യോസഫിനെ രാജാവിൻ്റെ മുമ്പിൽ നിർത്തുമ്പോൾ യോസഫ് ഇരിക്കുന്ന ഒരു സിംഹാസനം രാജ നിയമത്തിനകത്തില്ല. പക്ഷെ യോസഫിന് വേണ്ടി അങ്ങനൊരു ഇരിപ്പിടം ഉണ്ടാക്കി. ഇല്ലാത്ത തസ്തിക നിനക്ക് വേണ്ടി ഉണ്ടാക്കും. നിന്റെ ഭാവി മേൽ വെളിച്ചം വീശാൻ തുടങ്ങിയാൽ രാജാവ് വിളംബരം ചെയ്തു, വസ്തിയുടെ സ്ഥാനത്തേക്ക് വിവാഹം കഴിക്കാൻ ഒരു രാജകുമാരിയെ വേണം. അവിടെയുള്ള സകല മനുഷ്യരും ഒരു രാജാവിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ ആ കാലത്തെ വലിയ പദവിയാ. ഉടുത്തൊരുങ്ങി സ്ത്രീകളെ എല്ലാം കൊട്ടാരത്തിൽ കൊണ്ട് രാജാവിന് ബോധിക്കുന്ന സ്ത്രീകളെ തിരഞ്ഞെടുക്കാൻ വിട്ടു. പക്ഷേ ആ കൂട്ടത്തിൽ മൊർദെഖായി എസ്തേറിനെയും കയറ്റി. രാജാവ് എസ്തേറിനെ ഇഷ്ടപ്പെട്ടു. 2-ാം അധ്യായം 17-ാം വാക്യം കേട്ടോണം. കർത്താവിന് സ്തോത്രം. 2-ാം അധ്യായം 17-ാം വാക്യം. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച്. ഞാനൊരു ദൂത് നിന്നോട് പറയാം, നിന്റെ ഭാവിക്ക് വെളിച്ചം വീശാൻ ദൈവം തീരുമാനിച്ചാൽ, ലോർഡ് നിന്റെ ലൈഫിനെ മൂടിയ ഇരുട്ടിനെ വഴിമാറ്റിച്ച് നിന്നെ ഇരുത്തേണ്ട പദവിയിൽ ദൈവം കൊണ്ടിരുത്തും. അത് എസ്തേറിന്റെ പ്രാർത്ഥനയല്ല, മൊർദെഖായിയുടെ പ്രാർത്ഥനയാ. ഞാൻ പറയാം, നിന്റേതെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് ചിലരിന്ന് പ്രാർത്ഥിച്ചാൽ രാജാക്കന്മാർ നിന്റെ പോറ്റമ്മമാരും രാജ്ഞിമാർ നിന്റെ പോറ്റമ്മമാരും ആകുമെന്ന വചനം. ഞാൻ ഒരു രാജ്യത്ത് പ്രസംഗിക്കാൻ പോയപ്പം ഒരു ചർച്ചിലെ യോഗത്തിൽ പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കഴിഞ്ഞപ്പം ഒരു മോൻ എന്നെ ഫുഡിന് വിളിച്ചോണ്ട് പോയി. ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്നപ്പം ഞാൻ അവനോട് സംസാരിച്ചു, മോനെ നീ എവിടാ വീട്ട്, നാടെവിടാ? അല്ലേലും മലയാളി ചെറുക്കൻ. അവൻ പറഞ്ഞു, ഞങ്ങളെ ഞാൻ അവൻ്റെ ജന്മസ്ഥലമൊക്കെ പറഞ്ഞു. ആയൂരിനപ്പുറത്താ അവൻ്റെ സ്ഥലം. എൻ്റെ മാവിയുടെ വീടൊക്കെ ആയൂരാന്നൊക്കെ ഞാൻ സംസാരിച്ചു. അപ്പം ആ വീട്ടുകാരെയൊക്കെ അവൻ അറിയാം നല്ലതായിട്ട്. അവൻ പറഞ്ഞു, അങ്കളെ ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഒരു ദിവസം ഞങ്ങൾ യോഗത്തിന് അത് ദൈവം പ്രവചിച്ചു പറഞ്ഞു, നീ രാജ്യങ്ങളിൽ പഠിക്കുമെന്ന്. എൻ്റെ അപ്പൻ ആകെ ഉണ്ടായിരുന്ന 13 സെൻറ്റ് വിറ്റേച്ച് 1 വർഷത്തെ ഫീസ് തന്ന് എന്നെ രാജ്യത്ത് പഠിക്കാൻ വിട്ട. ഞാൻ പകൽ പഠനം, വൈകിട്ട് സൂപ്പർ മാർക്കറ്റിൽ ജോലി. സ്തോത്രം. അങ്ങനെ ജോലി ചെയ്യുമ്പം എന്നും ഒരപ്പച്ചനും അമ്മച്ചിയും സാധനം എടുക്കാൻ വരും. സ്തോത്രം. പുള്ളിയുടെ ജോലി പ്രായമുള്ളവർക്ക് ഈ സാധനം എല്ലാം എടുത്ത് അവരുടെ വണ്ടിയെ കൊണ്ടുവച്ച് കൊടുക്കുക. ആഴ്ചയിൽ ഒരിക്കൽ ഇവർ വരും സാധനം എടുക്കാൻ. ഒരു ദിവസം ഇവനോട് അപ്പച്ചൻ ചോദിച്ചു, മോനെ നീ ഞങ്ങളോട് ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കാൻ വർത്താനം പറയുകയും ചെയ്യുന്നല്ലോ, നീ എൻ്റെ വീട്ടിൽ വരാമോ? അവൻ പറഞ്ഞു, സ്തോത്രം,
വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഈ അപ്പച്ചനും അമ്മച്ചിയും ഭയങ്കര പ്രാർത്ഥനക്കാരാ. ലോഡ്. അപ്പൊ അവര് ഒന്നിച്ചിരുന്ന് കോഫിയൊക്കെ കുടിച്ചു. അവൻ പോയി. ഹല്ലേലൂയ. പിറ്റേ ആഴ്ച ഇവൻ ഫോൺ വിളിച്ചു, നീ ഇവിടെ വന്ന് ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി സാധനം എടുത്തോണ്ട് വന്നു. അങ്ങനെ തലേദിവസം രാത്രി പറഞ്ഞു, ആ രാത്രി ഈ അപ്പച്ചനൊരു സ്വപ്നം കണ്ടു, നീ വർഷങ്ങളായി പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിനക്കൊരു മകനെ ഞാൻ നിന്റെ കൈ തന്നേക്കുവാ. കണ്ടോ ദൈവത്തിൻ്റെ പദ്ധതി കണ്ടോ? അന്ന് മുതൽ ആ അപ്പനും അമ്മയ്ക്കും ഇവനൊരു മകനായി. അവൻ എന്നോട് പറയുക, അവർക്ക് എന്തെല്ലാം സ്വത്തുണ്ടോ അതെല്ലാം എൻ്റെ പേരില്ല. ലോഡ്, എൻ്റെ അപ്പനും അമ്മയും ഇപ്പം എൻ്റെ കൂടെ ഇവിടെ താമസിക്കുക. ഞങ്ങളുടെ ഫാമിലി മൊത്തം ഇവിടെ. ഹല്ലേലൂയ. കണ്ടോ ദൈവത്തിന് സ്തോത്രം. അവൻ എന്നോട് പറഞ്ഞു, സ്തോത്രം, രാവിലെ പത്രം ഇടാൻ പോയിട്ടാ ഞാൻ +2 പഠിച്ച്. സൈക്കിളെ വെളുപ്പിനെ 4 മണിക്ക് പത്രം ഇടാൻ പോകും. അപ്പോഴും അന്യഭാഷ പറഞ്ഞ സൈക്കിൾ ചവിട്ടിയെ. എൻ്റെ സ്ഥിതി മാറിയ കണ്ടോ? രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും രാജ്ഞിമാർ നിന്റെ പോറ്റമ്മമാരുമാകും. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൂത് പറയാം, ഭാവിക്ക് വെളിച്ചം വീശണം. ആരോടോ ദൈവാത്മാ പറയാ, അസാധാരണമായത് എന്തോ നിന്റെ ലൈഫിൽ നടക്കാൻ പോവുക. മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തത്, സംഭവിക്കാൻ സാധ്യതകളില്ലാത്തത് നിന്റെ കുടുംബ. ഞാൻ ഈ ദൂത് പറയുമ്പോഴും അസാധാരണമായത് എന്തോ എന്നിൽ നടക്കാൻ പോകുന്നെന്നാ വിശ്വസിക്കുന്നത്. എത്ര പേർ പറയും എൻ്റെ കുഞ്ഞിന്റെ ലൈഫിൽ അസാധാരണമായത്? ഇന്നിവിടെ നീ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ സന്തതിയെ കയറി പിടിച്ച ഇരുട്ട്, നിന്റെ ജോലിയെ കയറി പിടിച്ച ഇരുട്ട്, നിന്റെ കുടുംബജീവിതത്തെ കയറി പിടിച്ച ഇരുട്ട്, നിന്റെ വിദ്യാഭ്യാസത്തെ കയറി പിടിച്ച ഇരുട്ട്, നിന്റെ കഴിവുകളെ കയറി പിടിച്ച ഇരുട്ട് വിട്ടുമാറുന്നു. ചിലരുടെ അകത്ത് ശാസിക്കാൻ നിയോഗമുണ്ട്. ഞാൻ മാത്രമല്ല, ഇന്നിവിടെ ശുശ്രൂഷ നടക്കാൻ പോവുക. ചില മോർദെഖായിമാരുടെ കരച്ചിൽ, ചില എസ്തേറുമാർക്ക് വിടുതലായെങ്കിൽ മാതാപിതാവേ നിന്റെ പ്രാർത്ഥന എന്നും രാവിലെ പ്രാർത്ഥിക്കാൻ, എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ്. ഏതോ നടന്നുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ഇരുന്നുകൊണ്ടായിരിക്കും. സാധാരണമല്ലാത്തത് ഇന്ന് എൻ്റെ ലൈഫിൽ നടക്കണേ. ഇതുവാ സാധാരണമല്ലാത്തത് എന്ന് നമ്മൾ ഒരാളെ കാണുന്ന കൈ കൊടുക്കുന്നത് സാധാരണമാണ്. എന്നാൽ ഒരു യോഗ്യതയില്ലാത്ത ചിലർക്ക് കൈ കൊടുക്കാൻ നല്ലൊരു ഹമീ പറഞ്ഞാട്ട് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൂത് പറയുക. നിന്നെ ഈ ദൂത് കേൾപ്പിക്കാൻ ഇവിടെ എത്തിച്ചത് കൈയടിച്ച് പിരിയാനല്ല, നിന്റെ കുഞ്ഞിന്റെ ഭാവി മേൽ വെളിച്ചം വീശുക. യോസഫേ, നിന്റെ കൊമ്പ് മതിലുകളുടെ മുകളിൽ പടർന്നു കയറാൻ പോവുക യേശുവിന്റെ നാമത്തില്. ചിലരുടെ ലൈഫിൽ 10-15 വർഷം പരിശുദ്ധാത്മാവ് പുറകോട്ട് പോവുക. ജീസസ്, ഭാവി ബ്ലോക്കാക്കി വെച്ച ബന്ധനങ്ങള് ഇന്നത്തെ പ്രാർത്ഥനയിൽ അഴിയാൻ പോവുക. അകത്ത് കൃപ പ്രാപിച്ചവര് ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല നീ. ഇതല്ല നിന്റെ അഭിഷേകം, ഇതല്ല നിന്റെ ഭാവി. നിനക്കറിയാം, എവിടോ ഒരു തടസ്സമുണ്ട്, എവിടോ ഒരു തടസ്സമുണ്ട്. ഇന്ന് ആ ബ്ലോക്ക് കൃപ 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 കൃപ. നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിര്. നിയോഗങ്ങൾ ഈ രാത്രി നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിര്. വലിയ നിയോഗങ്ങൾ നിന്നെ ചതിക്കുഴി കൊണ്ട് ബന്ധിച്ചിട്ട്, സ്നേഹം നടിച്ച് നിന്നെ കയറി ബന്ധിച്ചിട്ട് നിന്നെ തകർത്ത് കളഞ്ഞ ചില വ്യക്തികളുടെ പൈശാചിക ആസക്തികൾ. ഇന്ന് ദൈവം ചിലതിനെ വെട്ടട്ടെ, ദൈവം ചിലതിനെ വെട്ടട്ടെ. ദൈവം ശംഭവത്തന പ്രവചന ബൗഡമന സപ്തന ബൗഡമന രവന. അതേവ കറിവിലെ കറിവേപ്പില പോലെ, കപച്ചു തുപ്പുന്ന കരിമ്പിച്ചണ്ടിയെ പോലെ നിന്റെ ഓജസ്സിനെ തേജസ്സിനെ ഊറ്റിയെടുത്തിട്ട് പെറും പറമ്പിൽ എറിഞ്ഞെങ്കിൽ ഇന്ന് ദൈവം പറയും, ആ ചണ്ടിക്കുമാരത്തിൽ അകത്തുനിന്ന് എനിക്ക് പണിയാനുണ്ട്. Lord, 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 Lord. നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിര്. ഇന്ന് നീ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നിനക്ക് അടയാളങ്ങൾ കിട്ടട്ടെ. നാളെ പ്രഭാതം അടയാളങ്ങൾ കണ്ട് എഴുന്നേക്കട്ടെ. നീ രക്ഷപ്പെടുമെന്നുള്ള അടയാളം. നിങ്ങൾക്കറിയാമോ, നിന്റെ ലൈഫിലേക്ക് ചില വാക്കുകൾ വരട്ടെ.
ചില വ്യക്തികൾ വരട്ടെ. ബൈബിളിൽ ഒരു മനുഷ്യനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവന് കുഷ്ഠം. അവന് പൈസയുള്ളവനായതുകൊണ്ടും ഒരു രാജ്യത്തിൻ്റെ ഉന്നത പദവി നിൽക്കുന്നവനായതുകൊണ്ടും ഇഷ്ടം പോലെ ചികിത്സിക്കാം. ഹല്ലേലൂയ. ഈ മിലിറ്ററിക്കാരൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ചികിത്സ ഫ്രീയാ. ഫ്രീ ആയാലും കാശ് കൊടുത്താലും ദൈവം സൗഖ്യമായാലേ സൗഖ്യമാകത്തുള്ളൂ. അവൻ്റെ ഉടുപ്പ് നനയ്ക്കാനൊരു പെങ്കൊച്ചിനെ വീട്ടിൽ നിർത്തി. ആ പെങ്കൊച്ച് പറഞ്ഞു, യജമാനോട് പറ, ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകനുണ്ട്, ചെന്നൊന്ന് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും മാറാത്ത കുഷ്ഠം മാറും. അവൻ്റെ ഭാവിക്ക് വെളിച്ചം വീശാൻ ഒരു പെങ്കൊച്ചിനെ ദൈവം ഉപയോഗിച്ചു. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിന്നെ ഇന്ന് വിളിച്ചു വരുത്തി ബുദ്ധി പറയുക, ഇതല്ല നിന്റെ ഭാവി. എന്നോട് ദൈവം കാണിക്കുന്നൊരു കാഴ്ച നിങ്ങളോട് ഞാൻ പറയാ. ദൈവത്തിന് സ്തോത്രം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ഉണ്ട്. അതിനകത്ത് പല പല ദൈവത്തിന് സ്കെയിലുണ്ട്, കോമ്പസ് ഉണ്ട്. അതിനകത്തൊരു കാര്യമുണ്ട്, ഒരു കോമ്പസ് നടുക്ക് കുത്തി ചുറ്റും ഒരു റൗണ്ട് വരയ്ക്കുന്ന പോലെ ശത്രു വരച്ച വൃത്തങ്ങൾ ഇന്ന് നിന്റെ ലൈഫിൽ നിന്ന് പൊട്ടണം. ഞാൻ വിഷനി കണ്ടുകൊണ്ടിരിക്കുക. വീണ്ടും ഞാൻ പറഞ്ഞ ഭാവിയെ മൂടിയ ഇരുട്ട്. നീ ചതിക്കപ്പെട്ട കാര്യം ശരിയാ, പക്ഷെ നന്മയാകാൻ പോവുക. യോസഫ് പറയാ, അവര് ചെയ്ത ദോഷം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജനത്തോട് യിരെമ്യാവ് പ്രവചിക്കുക. ഞാൻ പെട്ടെന്ന് ആ ഭാഗത്തു നിന്ന് പോയി വേറൊരു ഭാഗത്തേക്ക് വന്നൊന്ന് ആരാധിക്കാൻ പോവുക. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. ഒന്ന് പറഞ്ഞ ശുഭഭാവി. ഞാൻ ദൈവത്തിന് സ്തോത്രം. ഞാൻ ആത്മാവിൽ കാണുന്നൊരു കാഴ്ചയാ. ചിലർക്ക് ശുഭഭാവിയുണ്ട്. നീ ചെല്ലുന്നിടത്തെല്ലാം ശുഭപ്പെട്ടിരിക്കും. നീ ഒരു ഓഫീസിൽ ചെന്നാൽ ശുഭപ്പെട്ടിരിക്കും. നീ ഒരു രാജ്യത്തിൽ ചെന്നാൽ ശുഭപ്പെട്ടിരിക്കും. ഒരു പട്ടണത്തിൽ ചെന്നാൽ ശുഭപ്പെട്ടിരിക്കും. ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ ശുഭപ്പെട്ടിരിക്കും. എൻ്റെ വചനം വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും. ഞാനൊരു കാഴ്ച നിങ്ങളോട് കാണുകയാണ്. ചിലരുടെ ഭാവി ശരിക്കും ബ്ലോക്കായിരിക്കുക. ഇന്ന് ആ ബ്ലോക്കെല്ലാം പൊട്ടും. നിന്റെ ഭാവിയുടെ ഡോറ് ഓപ്പൺ ആകാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കെട്ടിയിട്ട മൃഗത്തെ പോലെ, കെട്ടിയിട്ട വള്ളത്തെ പോലെ നീ ഒരേ അവസ്ഥയിൽ കിടന്ന് കറങ്ങുക. ഇന്ന് ആ ഒരേ അവസ്ഥയിൽ കറങ്ങുന്ന നിന്റെ സാഹചര്യം യേശു തൊടുക. ചിലരുടെ മേൽ അസാധാരണ അഭിഷേകം. ആൻ്റെ അപ്പുറത്തിരിക്കുന്ന അച്ഛനെ ഒന്ന് തൊടാവോ? ആൻ്റിയുടെ കൂടെ വന്നാന്നോ? ഹസ്ബൻഡാന്നോ? ലോർഡ്, അച്ഛൻ എന്നെ ഒന്ന് നോക്കിയിരിക്കണം. ലോർഡ് ജീസസ്. ഒരു മനുഷ്യൻ്റെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ കാട്ടുപള്ളി കൊണ്ട് ചുറ്റുന്നത് പോലെ നിന്റെ ലൈഫിനെ ചുറ്റിക്കെട്ടി വെച്ചെങ്കിൽ നിന്നെ ഒന്ന് സ്വതന്ത്രനാക്കാൻ എൻ്റെ കർത്താവിന് ആഗ്രഹമുണ്ട്. ഇനിയും നീ ജീവിച്ചിരിക്കേണ്ടത് ദൈവത്തിൻ്റെ കൂടെ പദ്ധതിയാ. ജീവിച്ചിരുന്ന് ചിലതിൻ്റെ പ്രവൃത്തി നീ കാണാനുള്ളവനാ. ഒരു വെട്ടിയിട്ട തടി പോലെ നിന്നെ കിടക്കമേൽ കിടത്തുന്ന പൈശാചിക കുതന്ത്രങ്ങൾ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബം വിട്ടുപോകുന്ന കാഴ്ച എനിക്ക് പ്രാർത്ഥനയിൽ കാണാം. യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി നിന്റെ ശരീരത്തിൽ ഒന്ന് വ്യാപരിക്കട്ടെ. താങ്ക് യു ലോർഡ്. മോൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് നിന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ കർത്താവിന് ചെയ്യാൻ ആഗ്രഹമുണ്ട്. നിന്റെ പല ഉയർച്ചകളെയും പല ഭാവികളെയും ബ്ലോക്കാക്കി വെച്ചിരിക്കുക. ഞാൻ കാണുന്ന കാഴ്ച, ഒരു വലിയ അഗ്നി നിനക്ക് ചുറ്റും കത്തുക. ഞാൻ ചോദിച്ചെന്താ കർത്താവേ അവൾക്ക് ചുറ്റും കന്ന അഗ്നി? പറയാം, അവളെ മുന്നോട്ട് വിടാതെ വലയം ചെയ്ത സകലത്തെയും തീ എരയായി മാറാൻ പോവാ എന്ന് പറഞ്ഞാൽ നീ ഇനിയും ഒരു കുതിച്ചുചാട്ടം നിനക്കുണ്ട്. നിന്റെ ഭാവി ബ്ലോക്കായി പോയെന്ന് ചിന്തിച്ചവരുടെ നടുവിൽ നിന്റെ ഭാവി പ്രദർശിക്കപ്പെടാൻ പോവാ. എനിക്കിവിടെ ലൈവിൽ കാണുന്ന ചിലരോട്, ഇവിടെ വചനം കേൾക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുക, ലോർഡ് നിന്റെ ഭാവിക്ക് പുതിയ വെളിച്ചം വീശാൻ പോവാ.
പുതിയ വെളിച്ചം വീശാൻ പോവുക. പുതിയ എന്തോ നിന്റെ ലൈഫ് എവിടോ കണക്ട് ആകാൻ പോവുക. നീ പണ്ട് പറഞ്ഞതുപോലെ അല്ല. നിന്റെ വിശ്വാസം വർദ്ധിക്കാൻ പോവുക, നിന്റെ പ്രത്യാശ വർദ്ധിക്കാൻ പോവുക, നിന്റെ കൃപാവരം ജ്വലിക്കാൻ പോവുക, നിന്റെ അഭിഷേകം. ഓ റബന ഹദന, നിന്നെ എവിടെ എത്തിച്ചത്? ഓ ജീസ, ഒരു സാധാരണ വിശ്വാസിയായി ഇരിക്കാൻ അല്ല, അല്ല അല്ല അല്ല, അസാധാരണമായത് എന്തോ. ഓ ഹല്ലേലൂയ. മനസ്സിൽ പറഞ്ഞ് എനിക്കൊരു ശുഭഭാവി ഉണ്ടെന്ന് പറഞ്ഞേ. ഒരു ശുഭഭാവി. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് എല്ലാം ബ്ലോക്കായി പോയെന്ന് പറഞ്ഞിടത്ത് നീ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സഹായം അനുഭവിക്കാൻ പോവാ. അനുഭവിക്കാം. നിനക്ക് തന്നെ മനസ്സിലാകും എവിടൊക്കെയോ ദൈവം പ്രവർത്തിക്കാൻ പോവാ. എവിടൊക്കെയോ ഞാൻ കണ്ടിട്ടുണ്ട് ലൈഫ് ഫുള്ള് ബ്ലോക്കായി പോയ ആൾക്കാർക്ക് വേണ്ടി. ഞങ്ങളുടെ അടുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ കേൾക്കുന്നത് മുഴുവൻ കരച്ചിലും സങ്കടവും ബന്ധനവും കെട്ടും പോരുവാ. നിങ്ങൾ ഓർത്തുപോയി, ഞങ്ങളോട് ആരും ഒരു വിശ്വാസം പറയാറില്ല. ആരും ഞങ്ങളെ കാണുമ്പോൾ പക്ഷേ ദൈവം ഭയങ്കരമായിട്ട് ഉപയോഗിക്കും. നിങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. വല്ലപ്പോഴൊക്കെ പറയണം. കാരണം നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതാ കേൾക്കുന്നത്. പിന്നെ നമ്മൾ ശക്തിപ്പെടുന്ന ഇതെല്ലാം കഴിഞ്ഞ് രാത്രി മുറിക്കകത്ത് കയറിയിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതിനകത്ത് നമ്മൾ ദൈവശബ്ദം കേൾക്കും. ഞാനിന്ന് വിട്ടിരിക്കുന്ന ചിലരോട് പറയാം, ദൈവത്തിന് സ്തോത്രം, ഈ പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ ലൈഫിൽ പുതിയ വെളിച്ചം വീശാൻ പോവാ. ചില തലമുറ ഭാവിയെ അടച്ചു വെച്ചിരിക്കുക. ചെറിയ ചെറിയ രോഗങ്ങൾ കടത്തിവിട്ട്, ചെറിയ ചെറിയ ബന്ധനങ്ങൾ കടത്തിവിട്ട് നിന്നെ തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവാത്മാ പറയുന്നു അത് ഇന്ന് പൊട്ടണം. കണ്ടോ, ഒരു പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയുടെ പ്രാർത്ഥന ഒരു എസ്തേറിനെ ലോർഡ് രാജ്യത്തിൻ്റെ രാജ്ഞിയാക്കി മാറ്റി. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് നീ പ്രാർത്ഥിച്ചാലും ചിലത് നടക്കുമെന്ന് പറ. നീ പ്രാർത്ഥിച്ചാലും ചിലത് നടക്കും. നിനക്കൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ മാതാവേ പിതാവേ ഒരു ചലഞ്ചായി ഏറ്റെടുക്കണം. അവളെ പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്തേണ്ടത് നിന്റെ കടമയാ, നിന്റെ കടമയാ. അവന്റെ സൗന്ദര്യം വിഷയമല്ല, കഴിവ് വിഷയമല്ല. പ്രാർത്ഥിച്ചവനെ രക്ഷപ്പെടുത്തണം. ഞാൻ ചില പേരൻസിനെ കണ്ടിട്ടുണ്ട്. അവരവരുടെ പിള്ളേർക്ക് വേണ്ടി എന്തും ചെയ്യും. ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുമെന്നല്ല, പുതിയ ഫോൺ വാങ്ങിച്ചു കൊടുക്കുമെന്നല്ല. അവരെന്ത് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? സ്തോത്രം അമ്മി, അവർ ചെയ്യുന്ന കാര്യമുണ്ട്. എൻ്റെ കൊച്ചിന് വേണ്ടി എത്ര ഉപവസിക്കണം, എത്ര പ്രാർത്ഥിക്കണം, എത്ര യോഗങ്ങൾ നടത്തണം, എത്ര TV പ്രോഗ്രാം നടത്താൻ ഞങ്ങൾ റെഡിയാ. എന്നാ കാര്യം? ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവി വെളിപ്പെടണം. ഓ ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ രക്ഷപ്പെട്ട 10,000 എനിക്കറിയാം. ഒരാമയും പറഞ്ഞാട്ട്, നിന്റെ വീടിനകത്ത് അന്തരീക്ഷം ഭയങ്കരമായി കലുഷിതമായി കയറി വരുമ്പോ ഇന്ന് ചിലയിടത്ത് വെളിച്ചം വീശട്ടെ. നിങ്ങൾക്കറിയാമോ, 30 വർഷത്തിലധികമായി, 35 വർഷത്തിൽ മേളിലായി ഞാൻ യേശുവിനെ കണ്ടിട്ട്. 35 വർഷം മുമ്പ് ഒരു ഗ്രാമത്തിൽ 100-200 പേരുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു ചെറിയ മനുഷ്യനായിരുന്നു ഞാൻ. ലോർഡ്, ഞാൻ അറിഞ്ഞില്ല എനിക്കിങ്ങനൊരു ഭാവി ഉണ്ടാവും. ഞാൻ അറിഞ്ഞില്ല എന്നിലൂടെ ഇങ്ങനൊക്കെ ദൈവം ശുശ്രൂഷ ചെയ്യിപ്പിക്കുവന്ന്. പക്ഷേ അതെല്ലാം വെളിച്ചം വീശുവാൻ കാരണം എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനാ. ഞാൻ നിങ്ങളോട് പറയുക, അനുപാസക മാത്രം ഭാവി എന്നല്ല പറഞ്ഞ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യാശിക്കുന്ന ശുഭഭാവി. നിങ്ങൾക്കറിയാമോ, ഒരാൾ എന്നേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടാൽ, ഒരാൾ എന്നേക്കാൾ വലിയ ശുശ്രൂഷ ചെയ്താൽ ഞാൻ പറയുന്നത് ഉപയോഗിക്കട്ടെന്നാ. ചില യൂട്യൂബിനകത്തൊക്കെ ചിലപ്പോൾ നമ്മൾ നല്ല ശുശ്രൂഷ പ്രസംഗം, ഹല്ലേലൂയ. ഈയിടെ ഞാൻ യൂട്യൂബിനകത്തൊരു ശുശ്രൂഷ കണ്ടു. ഇന്ത്യക്ക് പുറത്തൊരു രാജ്യത്താണ്. ഹല്ലേലൂയ, സ്തോത്രം. അമ്മേ, ഒരു മകനെ വീൽ ചെയറിൽ കൊണ്ട് നിർത്തിയ അവൻ്റെ അമ്മയും അപ്പനും വന്ന് പറഞ്ഞു, എൻ്റെ മകൻ 14 വർഷമായി തളർന്നുപോയി, വീൽ ചെയറില്ല, അവൻ്റെ നടു തൊട്ട് താപ്പോട്ട് അനങ്ങത്തില്ല. ആ ദൈവദാസ മൈക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് അവനെ വാരി എടുത്ത് ദേഹത്തെ കിട്ടു. എന്നിട്ട് നിർത്തിയപ്പോൾ അവൻ നിന്നു. ഞാൻ ഉടനെ ചെയ്ത കേൾക്കണം, മുട്ടുകുത്തി, കർത്താവേ ഈ മനുഷ്യനെ പിന്നെ ഉപയോഗിക്കണേ. ഞാൻ വീണ്ടും പറയുന്നു, രോഗസൗഖ്യ ശുശ്രൂഷയുള്ളവർ എഴുന്നേക്കട്ടെ, പ്രവാചകർ എഴുന്നേക്കട്ടെ, അപ്പോസ്തലന്മാർ എഴുന്നേക്കട്ടെ, റിവൈവൽ നടത്തുന്നവരെ. ഒരു ഉണർവിന് ഞാൻ തടസ്സമല്ല. യേശു വരാനായിരിക്കുന്നു. ഉണർവ് വന്നേ പറ്റൂ.
ഒരു തുറന്ന ചിന്തയുണ്ടാകണം. നിന്നേക്കാൾ ഒരാൾ അനുഗ്രഹിക്കപ്പെട്ട ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയുന്നേ സ്തോത്രം, നമ്മളെക്കാട്ട് ഉയർന്നവർ നമ്മുടെ ചർച്ച വേണം. ഹല്ലേലൂയ. അതിൻ്റെ കാരണം എന്നാ? ഹല്ലേലൂയ. അവരെ നിങ്ങൾ പ്രാർത്ഥിച്ചും പ്രോത്സാഹിപ്പിച്ചും കയറ്റി വിടണം. വചനത്തിൽ അവരെ അഭ്യസിപ്പിക്കണം. എന്താ കാര്യം പറയാം, അവരുടെ അനുഗ്രഹത്തിൽ നീ സന്തോഷിക്കണം. എന്നെക്കാട്ടിൽ ഒരാൾക്ക് ശുശ്രൂഷ ഉണ്ടെങ്കിൽ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പോകുമ്പോൾ ഒരു യോഗത്തിൽ ഒരു യോഗത്തിൽ ഒരാളുടെ പോസ്റ്റർ കണ്ടാൽ ഞാൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കും. ഈ മീറ്റിങ്ങിനെ ഉപയോഗിക്കണം. ആരുടെ മീറ്റിംഗ് എനിക്കറിയത്തില്ല, അത് ആരുടെ മീറ്റിംഗാണ്? സുവിശേഷമാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഹല്ലേലൂയ. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് നമ്മളെല്ലാം കറണ്ട് എടുക്കുന്നുണ്ട്. സ്തോത്രം. ഇവിടെ ലൈറ്റ് കത്തിക്കുന്നു, സ്പീക്കർ വർക്ക് ചെയ്യിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഫാൻ കറങ്ങുന്നു, വീഡിയോ ക്യാമറ പിടിക്കുന്നു. പക്ഷെ എല്ലാവരും എടുക്കുന്ന കറണ്ടാ. എല്ലായിടും വരുന്ന ദൂതല്ല, ഒരിടത്തുനിന്നാ. അതാര് പ്രസംഗിച്ചാലും ഒരിടത്തുനിന്നാ. ഒരു ആമീൻ പറഞ്ഞു തുടങ്ങിയാണ്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ കുഞ്ഞിന് ഭാവിയുണ്ട്. വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ പ്രാർത്ഥനാന്തരീക്ഷം മാറാൻ തുടങ്ങും. ഇതുവരെ നമ്മളിങ്ങനെ കടം കയറിയപ്പോൾ പാസ്റ്റർ കടം മാറുവോ അങ്ങനല്ല. ഞാൻ പ്രാർത്ഥിച്ച കടം മാറും. മൊർദെഖായിയോട് ചോദിച്ചാൽ മൊർദെഖായി പറയും, ജീസസ് ആരോരുമില്ലാത്തൊരു കുഞ്ഞിനെ എൻ്റെ കുടുംബത്തിൽ കൊണ്ടു കയറ്റിയത് പ്രാർത്ഥിച്ചവളെ രക്ഷപ്പെടുത്താനാ. അവൾ രക്ഷപ്പെട്ടാൽ നീയും രക്ഷപ്പെടും. ബൈബിളിൽ നിങ്ങൾ വായിക്കുന്ന കേട്ടിട്ടുണ്ടോ? അവനെ എതിർത്ത ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ഹാമാന്റെ വീട് ദൈവത്തിന് സ്തോത്രം ഇവിടെ പേരിലായി. ഒരാമീൻ പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ദൈവം ചില വഴികൾ തുറക്കാൻ പോവാ. നിന്റെ ഭാവി വെളിച്ചം വീശാൻ പോവാ. ഞാൻ പെട്ടെന്ന് വായിച്ച വാക്യത്തോട് വിശ്വസ്തത പുലർത്തണം. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് വെച്ച് പറ, ഒരു ശുഭഭാവി ദൈവം തരും. ഒന്ന് ചിരിച്ചോണ്ട് പറ, നെഞ്ചത്ത് കൈവച്ച് പറ, എനിക്കൊരു ശുഭഭാവിയുണ്ട്. ഒന്ന് പറയാമോ? എനിക്ക് ഒന്ന് പറയാം, ഒരു ശുഭ ഇന്ന് പറഞ്ഞോണ്ടേ. ഇന്ന് ഞാൻ പ്രസംഗം നിർത്തി അരമണിക്കൂർ കഴിയുമ്പോൾ അല്ലെ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇവിടുന്ന് പോകും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നീ ദൂത് മാറല്ല. ദൈവം പറയാം, എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ലോർഡ്, സഭയെ പൂട്ടിക്കൊണ്ടിരുന്നപ്പം ശൗല് മനസ്സിലാക്കിയില്ല, ശൗലിനകത്തൊരു പൗലോസ് ഉറങ്ങിക്കിടപ്പുണ്ട്. അതിനെ ഉണർത്താൻ കഴിവുള്ളവന്റെ പേരാ യേശു. ഇന്ന് പകൽ ചിലരോടൊക്കെ ദൈവത്തിന്റെ ദൂത് പറയാ, ഇതല്ല നിന്റെ ഭാവി. നമുക്ക് യെശയ്യാ പ്രവചനത്തിലെ വാക്യത്തിലേക്ക് വരാം. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഭാവിക്കൊരു പുതിയ വെളിച്ചം? ലോർഡ്, പഠിത്തം ബ്ലോക്കായി പോയവർ, വിവാഹ ജീവിതം ബ്ലോക്കായി പോയവർ, വിശുദ്ധ ജീവിതം ബ്ലോക്കായി പോയവർ, ആത്മീക ജീവിതം ബ്ലോക്കായി പോയവർ, അവരോടൊക്കെ ദൈവം പ്രവചിക്കുക, പുതിയ വെളിച്ചം വീശാൻ പോവാ. ലോർഡ്, നീ എവിടോ ചെന്നെത്താൻ പോവാ, എവിടോ നിന്നെ കൊണ്ട് എത്തിക്കാൻ പോവാ, എവിടൊക്കെയോ നിന്റെ ലൈഫിൽ ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടോണ്ടാ സംസാരിക്കുന്നേ, നടക്കാൻ പോവാ. ആര് നിന്നെ തോപ്പിക്കാൻ നോക്കിയാലും നീ തോക്കത്തില്ല. നോക്കുന്നവർ തോക്കുവല്ലാതെ. ഞാനൊരു വെളിപ്പാട് പറയാം. നിന്നെ തോപ്പിക്കാൻ ചിലർ നോക്കുന്നുള്ളൂ, പക്ഷെ അവർ തോക്കത്തേ ഉള്ളൂ. അവർ നിന്നോട് യുദ്ധം ചെയ്യും, പക്ഷെ അവർ നിന്നെ ജയിക്കത്തില്ല. അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ നിന്നോട് പോരാടും, അവർ നിന്നോട് വെല്ലുവിളിക്കും, അവർ നിനക്കെതിരെ എഴുന്നേക്കും, പക്ഷെ അവർ നിന്നെ ജയിക്കുകയല്ല. ജയം നിനക്കാണ്. യെശയ്യാ പ്രവചനം 48-ാം അധ്യായം 17-ാം വാക്യം. അവിടെ ഒരു കുഞ്ഞ് ആശയം കൂടെ പറയാം. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ അഭ്യസിപ്പിക്കാൻ പോവാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? രാത്രി മുഴുവൻ മീനെ പിടിച്ചു, ഒരു കുഞ്ഞു മീനെ പോലും കിട്ടിയില്ല. അവൻ പറയാ, കടലിൽ ഇപ്പം മീനില്ലെന്ന്. വല പറയാ, ഇത് മീൻ പിടിക്കാൻ കൊള്ളുന്ന വലയല്ലെന്ന്. വള്ളം പറയാ, ഇത് തുഴയാൻ കൊള്ളത്തില്ലെന്ന്. കൂട്ടുകാർ പറയാ, നിനക്കെന്നും ഇതേ ഉള്ളടാ ലോഡ്. എന്നാ കർത്താവ് പറയാ, നിന്നെ ഞാൻ അഭ്യസിപ്പിക്കാം.
നിന്നെ ഞാൻ അഭ്യസിപ്പിക്കാം. എങ്ങനെ? നീ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലയോ? അവിടുന്ന് തന്നെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നിന്റെ വല കൊള്ളാമെന്ന് കാണിച്ചു തരാം. നിന്റെ പടക് കൊള്ളാമെന്ന് കാണിച്ചു തരാം. നീ കൊള്ളാമെന്ന് കാണിച്ചു തരാം. നിന്റെ കൂട്ടുകാർ നിന്റെ അടുക്കൽ ഓടിയെത്തുന്നത് കാണിച്ചു തരാം. ഓ, ശുഭകരമായി പ്രവർത്തിക്കാൻ ഈ ദിവസങ്ങളിൽ ചിലരോട് ദൈവാത്മാ പറയും, ആരും പ്രവർത്തിക്കാത്തതുപോലെ നിന്നെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിക്കുകയും. അടുത്ത കേട്ടെ, നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന. ഓ, നീ പോകേണ്ടുന്ന വഴി. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് ചെറു, നീ പോകേണ്ടുന്ന വഴി. ഓ ലോർഡ്. അപ്പൊ ചോദ്യം, ഇതുവരെ നമ്മൾ പോകേണ്ട വഴി അല്ലയോ പോയെ? നമ്മൾ നമ്മുടെ ബുദ്ധിയിലാ പോയെ. ദൈവം പറയാ, ഇനി നീ പോകേണ്ടിയ വഴി, ഹോ, അതിലേക്കൂടെ നിന്നെ നടത്താൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഇനി ദൂത് അവസാനിക്കുന്നതിന് മുമ്പ് നിനക്ക് മുമ്പിൽ ഇപ്പോൾ ഓപ്പണായ പല വഴി അടയും. നിരാശപ്പെടരുത്. ഒരിക്കലും പോയിട്ടില്ലാത്ത, ഓ റബഹത്തല ബൗഡമന ഹംസി, എവിടൊക്കെയോ ദൈവപ്രവൃത്തി വെളിപ്പെടുക. ഈ ദൈവമക്കളുടെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ്, കർത്താവേ എനിക്ക് വഴി കാണിച്ചു തരണം. നിങ്ങൾ പ്രാർത്ഥിക്കുമോ അങ്ങനെ? ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ച, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. നമുക്കൊന്ന് വായിക്കണം. ദൈവത്തിന് സ്തോത്രം. 27-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. പ്രാർത്ഥനയാ, യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണം. എൻ്റെ അപ്പൻ എന്നെ ഉപേക്ഷിച്ചു, അമ്മ എന്നെ ഉപേക്ഷിച്ചു, പക്ഷെ എന്നെ ചേർക്കാൻ ഒരാളുണ്ട്. എന്തൊരു ധൈര്യ! ഞാൻ നിന്നോട് പറയാം, സഹോദരങ്ങൾ ഉപേക്ഷിച്ചാൽ, അപ്പൻ ഉപേക്ഷിച്ചാൽ, അമ്മയെ ഉപേക്ഷിച്ചാൽ പേടിക്കരുത്. നിന്നെ ചേർക്കാൻ ഒരാളുണ്ട്. ഹോവേ നിന്റെ വഴി, ഹോ എനിക്ക് കാണിക്കണമേ. യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ. യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ. ഈ ദിവസങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കും? എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയാം, മുമ്പ് ഒരിക്കലും പോയിട്ടില്ലാത്ത വഴി. യോശുവ ഇസ്രായേൽ മക്കൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഇസ്രായേൽ മക്കളോട് പറയുക, പെട്ടകം നിങ്ങൾക്ക് മുമ്പിൽ പോകണം. അപ്പൊ ചോദിച്ചു, എന്തിനാ? ഈ വഴി നിങ്ങൾ മുമ്പേ പോയിട്ടില്ല. നിങ്ങൾ പോയിട്ടില്ലാത്ത വഴിയെ പോകണമെങ്കിൽ പഴയ നിയമത്തിലെ പെട്ടകം, പുതിയ നിയമത്തിലെ ക്രിസ്തു നിനക്ക് മുമ്പിൽ പോകണം. യെശയ്യാ 45, ഞാൻ നിനക്ക് മുമ്പിൽ ചെന്ന് ദുർഘടങ്ങളെ വെട്ടിമാറ്റി താമര വാതിലുകളെ തുറന്ന് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കും. ഈ മെസ്സേജ് തീരുന്ന സമയത്ത് ചിലരോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, ഞാൻ നിനക്ക് ഈ ദിവസങ്ങളിൽ വഴി കാണിച്ചു തരും. ആരോടോ ദൈവാത്മാവ് പറയുക, മാറ്റിവെച്ച സർട്ടിഫിക്കറ്റൊക്കെ പൊടി കുടഞ്ഞെടുക്കും. ചിലർക്ക് സർട്ടിഫിക്കറ്റ് പോലും വേണ്ട, വേറെ വഴികൾ തുറക്കാൻ പോവാ. നിനക്കൊരു ശുഭയാത്ര വരാൻ പോവാ. ഓ യേശുവിൻ്റെ നാമത്തിൽ, ഓ വചനം വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും മാറരുത്. നീ ചെല്ലുന്നിടത്തെല്ലാം ശുഭപ്പെട്ടിരിക്കും. ദൈവത്തിന് ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും വഴികളുണ്ട്. ദൈവത്തിന് ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും വഴികളുണ്ട്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, ചില വഴികൾ ഉടനെ അടയും, വേറെ ചില വഴി ഓപ്പൺ ആകും. ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ ദൂത് പറയുക, ചില വഴി അടയുമ്പോൾ വിഷമിക്കരുത്. അതിനേക്കാൾ വലുത് തുറക്കാൻ പോവാ. നീ മുമ്പൊരിക്കലും പോയിട്ടില്ലാത്ത വഴി. ഓ എന്നെ ആത്മാവ് ഒരു കാഴ്ച കാണിക്കുകയാ. നിന്റെ ഭാവിക്ക് വെളിച്ചം വീശാൻ പോവാ. എന്നെ ആ ദൂതിൽ തന്നെ ദൈവം പിടിച്ചു നിർത്തുക. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ഭാവി കുരുടായി പോയെന്ന് പറഞ്ഞവരുടെ നടുവിൽ ഇതാ നിന്റെ ഭാവി.